ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഡ്ഡലിയിലേക്കും ദോശയിലേക്കും വെറും 5 മിനിറ്റുകൾക്കുള്ളിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള 2 ചട്നികൾ വളരെ ഈസിയായി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗ്രീൻ ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി നമുക്ക് മിക്സി ജാറിലേക്ക് 1 മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3 വലിയ പച്ചമുളകും 4 ചെറിയ ഉള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ചെറിയ പീസ് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 കൈപ്പിടി മുഴുവനായിട്ടുമുള്ള മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് നന്നായിട്ട് ചൂടുള്ള 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്, നന്നായിട്ട് ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ബ്ലെൻഡർ അടച്ചു വെച്ച് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലെൻഡറിൽ നിന്നും ഈ ഒരു ബൗളിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്ക് മറ്റൊരു പാത്രം ചൂടാക്കിയെടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് മുഴുവനായിട്ടും നമ്മുടെ ഈ ഗ്രീൻ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ഗ്രീൻ ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക്. അടുത്തതായി നമ്മുടെ സ്പെഷ്യൽ റെഡ് ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി പാത്രം ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതിനുശേഷം 3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വറ്റൽ മുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, കരിയാതെ ശ്രദ്ധിക്കുക. വറ്റൽ മുളക് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തതും 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഇഞ്ചിയും സവാളയും കൂടി വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചിയും കൂടി നമ്മൾ 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ചില്ലി പൗഡറിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള 1 ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചൂടാറിയതിന് ശേഷം ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് 1 ഗ്ലാസ് അളവിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ചട്നി നമ്മൾ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് മറ്റൊരു പാത്രം ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിലുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഈ മിക്സ് മുഴുവനായിട്ടും നമ്മുടെ റെഡ് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സ്പെഷ്യൽ റെഡ് ചട്നിയും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എൻ്റെ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.